എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ? എന്തായാലും 10 മിനിറ്റ് ആയില്ലേ? ശ്രീരാം തുടങ്ങിക്കോട്ടെ. ശ്രീരാം തുടങ്ങിക്കോളൂ. കേൾക്കണ്ടോ? ആ, കേൾക്കുന്നു. ഓം നമോ നാരായണായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവത് ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവൈത്രേകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. താങ്ക് യു. അപ്പോൾ ഇന്നലെ കർമ്മയോഗം ആണ് നമ്മൾ തുടങ്ങിയത്. അപ്പം എന്തിനാണ് ജ്ഞാനം കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ എന്തിനാണ് കൃഷ്ണ നീ എന്നെ ഈ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ജ്ഞാനം പോരെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പിന്നെ ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് വളരെ കൺഫ്യൂസ്ഡായി, പലതരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൺഫ്യൂസ്ഡായി. ഇനി ഇതൊന്ന് നിശ്ചയമായിട്ടും എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതാണ് കൃഷ്ണനോട് അർജുനൻ പറയുന്നത്, നിശ്ചയമായിട്ടും എനിക്ക് എന്താണ് ശ്രേയസ്കരം, ശ്രേയോഹിമാപ്നുയാം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എനിക്ക് ശ്രേയസ്കരം, അത് നീ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ്. അപ്പൊ ആ ശ്രേയസ്കരമായത് കർമ്മം തന്നെയാണ്, ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയിൽ ശ്രേയസ്കരമായത് കർമ്മം തന്നെയാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് നമ്മൾ ഇന്നലെ വിവിധതരം കർമ്മത്തിനെയും കർമ്മത്തിന്റെ ഗതിയെയും എന്തുകൊണ്ടാണ് കർമ്മം പ്രധാനമാവുന്നത് എന്നും പറഞ്ഞു. ഇനി ഇതില് ഒരു കാര്യം കൂടെ നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ല, അത് ഡെലിബറേറ്റ് ആയിട്ട് ഇന്ന് തുടങ്ങാൻ വേണ്ടി ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ കർമ്മത്തിന്റെ ഗതി എന്താണ്, എങ്ങനെയാണ് കർമ്മത്തിന്റെ ചാക്രികമായ കർമ്മത്തിന്റെ വ്യവഹാരങ്ങൾ എങ്ങനെയാണ്, ആ കർമ്മം എന്താണ്, ചെയ്യേണ്ടത് എന്തോ അതാണ് കർമ്മം, ചെയ്യരുതാത്തത് എന്തോ അതാണ് വികർമ്മം. ഇനി അകർമ്മം എന്നൊരു സാധനം കൂടിയുണ്ട്. അത് രണ്ട് കോണ്ടെക്സ്റ്റിൽ പറയാം. രണ്ടാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത് ചെയ്യാതിരിക്കുന്നത്, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് അകർമ്മമാവാം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അകർമ്മം എന്നുള്ളത് ചെയ്യേണ്ടതില്ല, നിഷ്കാമകർമ്മത്തിലൂടെ കർമ്മം നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ലാതായിട്ടൊരു അവസ്ഥ വരുന്നതിനെയാണ് അകർമ്മം എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് വ്യാവഹാരിക ലെവലിൽ നമുക്കത് പിന്നീട് പറയാം. അപ്പൊ ഈ കാര്യങ്ങൾ, കർമ്മമുണ്ട്, വികർമ്മമുണ്ട്. കർമ്മത്തിന് ഏത് കർമ്മം നമ്മൾ ചെയ്താലും, നമ്മുടെ ബാഹ്യകരണങ്ങളെ കൊണ്ട് ചെയ്താലും അന്ധകരണങ്ങളെ കൊണ്ട് ചെയ്താലും ആ കർമ്മത്തിന് നമ്മളിൽ ഒരു സംസ്കാരം ഉണ്ടാക്കാൻ പറ്റും. ആ സംസ്കാരം വാസനയായിട്ട് നമ്മളിൽ വരും. പിന്നെ ആ വാസന നമ്മളെ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ പ്രൊപ്പല് ചെയ്യും. അപ്പൊ അതൊരു സൈക്കിളാണ് കർമ്മത്തിന്റെ സൈക്കിൾ. അപ്പൊ പിന്നെ ഈ ഒന്നാമത്തെ ഭഗവാൻ പറയുന്ന ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേറൊരു സംശയം ഉണ്ടാവാം ഇവിടെ. ജ്ഞാനയോഗവും പറഞ്ഞു, കർമ്മയോഗവും പറഞ്ഞു, ഭക്തി എവിടെ? അപ്പൊ ഒരു പോയിന്റ് ആണ്. പക്ഷെ ഭക്തി എന്ന് പറയുന്നത് കർമ്മത്തിലായാലും ജ്ഞാനത്തിലായാലും അവശ്യം വേണ്ട ഒരു സാധനമാണ്. ഭക്തി എന്നുള്ളത് സറണ്ടർ അല്ലെങ്കിൽ ഡിവോഷൻ എന്നുള്ളത് ഈ രണ്ടിലും വേണ്ടത് ഒന്നാണ്. അതുകൊണ്ടാണ് ഭക്തി എന്നുള്ളത് പ്രത്യേകിച്ച് പറയാറുള്ളത്. കർമ്മം നിഷ്കാമകർമ്മം ആവുമ്പോൾ, കർമ്മം നിഷ്കാമകർമ്മം ആവണമെങ്കിൽ ചെയ്യുന്ന ഞാൻ അല്ല ചെയ്യുന്നതെന്നും അനുഭവിക്കുന്നതെന്നുള്ള ബോധം വരണം. അങ്ങനെ ആ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഒരു കർത്താവും ഭോക്താവും വേണം.
കർത്ത ഭോക്ത ഒക്കെ പരമേശ്വരനാണ് എന്ന് ഭഗവത്ഗീത തന്നെ പിന്നീട് ഒരു ചാപ്റ്ററിൽ പറയുന്നു. അപ്പൊ ഭക്തി എന്നുള്ളത് ഇതിന്റെയൊക്കെ അണ്ടർ കറന്റ് ആണ്, ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ത്രെഡാണ് ഭക്തി. ഭക്തി ഇല്ലാതെ കർമ്മം പറ്റില്ല. കാരണം എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും നമ്മുടെ ലെവലിൽ നമുക്കൊരു കർമ്മം ചെയ്യണമെങ്കിൽ ആക്റ്റീവായിട്ട് രാജസികമായിട്ടുള്ള നമ്മുടെ മിക്കവാറുള്ള രാജസിക ആക്ടിവിറ്റീസിൽ നമ്മളൊരു കർമ്മം ചെയ്യണമെങ്കിൽ ഈഗോനെ കംപ്ലീറ്റ് ആയിട്ട് കൊന്നാൽ കർമ്മം ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നുള്ളൊരു ഒരു ഈഗോന്റെ കുറച്ചൊരു ഭാവം ഉണ്ടെങ്കിലേ നമുക്ക് രാജസികമായിട്ടൊരു കർമ്മം വരൂ. പക്ഷെ അതിനെ നെഗേറ്റ് ചെയ്യാനാണ് കർമ്മഫലം ത്യജിക്കാൻ പറയുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിനെ ത്യജിക്കാനാണ് കർമ്മഫലം ത്യജിക്കാൻ പറയുന്നത്. ഈഗോ എന്നുള്ളത് കുറച്ച് വേണം, ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഈഗോനെ എങ്ങനെ കർമ്മത്തിന് പ്രതിബന്ധമായിട്ട് വരാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അതാണ് ഭക്തി എന്നുള്ള ത്രെഡ്. ഭക്തി വരുമ്പോൾ കംപ്ലീറ്റ് സറണ്ടർ, ഡിവോഷൻ ടു സംതിങ് ദാറ്റ് ഇസ് ഹയർ ദാൻ യു. അത് വരുമ്പോൾ പിന്നെ ഞാനെന്നുള്ള ഭാവം, കർമ്മത്തിലുണ്ടായ ഞാനെന്നുള്ള ഭാവം വരുന്നില്ല. പിന്നെ ആ ഞാനെന്നുള്ള ഭാവം കുറേശ്ശെയായിട്ട് അടിച്ചമർത്തല്ല, എന്താ പറയാ, ഒതുക്കി നിർത്താൻ പറ്റും. അപ്പൊ അവിടെയാണ് ഭക്തി ഒരു കോൺസ്റ്റന്റ് ത്രെഡായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ കർമ്മയോഗത്തിൽ പറയുന്നത് മുഴുവൻ എങ്ങനെ കർമ്മം ചെയ്യണം എന്നാണ്. അതിന് 2-ാം അധ്യായത്തിൽ നിന്ന് ഒരു ക്ലൂ ഉണ്ടായിരുന്നു. യോഗ കർമ്മസു കൗശലം. യോഗ ഈസ് ഡെക്സ്റ്ററിറ്റി ഇൻ ആക്ഷൻ. കർമ്മത്തിലുള്ള കൗശലമാണ് വെറും കർമ്മത്തിനെ കർമ്മയോഗമാക്കുന്നത്. ആ കൗശലം എന്താണ്, ആ കൗശലം അതിനുള്ള ഉപാധികൾ എന്താണ് എന്നുള്ളതാണ് ഈ ചാപ്റ്റർ മുഴുവൻ. ഇനി ഇത് നമുക്ക് കൺഫ്യൂസ്ഡ് കുറച്ചൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ചുകൂടെ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ ക്ലിയർ ആവും. പക്ഷെ കൺഫ്യൂസ്ഡ് ആയാലും പേടിക്കണ്ട. കാരണം അർജുനനും കൺഫ്യൂസ്ഡ് ആണ് ഫുൾ ഇപ്പോൾ തന്നെ. ഒന്നാമത് ഇപ്പൊ കൺഫ്യൂസ്. ഇപ്പൊ 3-ാമത്തെ അധ്യായത്തിന്റെ ആദ്യം ചോദിച്ചു, നീ പറഞ്ഞു ജ്ഞാനമാണ് വലുത് കർമ്മത്തെക്കാളും, അപ്പൊ എന്തിനാ ഞാൻ കർമ്മം ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇതേ ആള് 3-ാമത്തെ അധ്യായവും 4-ാമത്തെ അധ്യായവും മുഴുവൻ കേട്ടിട്ട് 5-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തില് വീണ്ടും ചോദിക്കും, നീ കർമ്മത്തിനെയും പറ്റി പറഞ്ഞു, കർമ്മസന്യാസത്തിനെയും പറ്റി പറഞ്ഞു, ഇതിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോ ഈ ഒരു ലെവൽ ഓഫ് ഇൻഡിസിസീവ്നെസ് നമുക്കൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനി വീണ്ടും പറയും. അപ്പൊ ഈ ചാപ്റ്റർ കർമ്മയോഗമാണ്. കർമ്മത്തെ എങ്ങനെ യോഗമാക്കാം, അതിലുള്ള ഉപാധികൾ. അടുത്ത ചാപ്റ്റർ ജ്ഞാന കർമ്മ സന്യാസ യോഗം. അതായത് കർമ്മയോഗം പാത്ത് ഓഫ് റിനൗൺസിയേഷനിലേക്ക് എങ്ങനെ, ജ്ഞാനത്തിലേക്ക് എങ്ങനെ കർമ്മയോഗം പോകുന്നു എന്നുള്ളത്. 5-ാമത് കർമ്മസന്യാസം. കർമ്മത്തിനെ ഉപേക്ഷിച്ച് എങ്ങനെ അകർമ്മിയായിട്ട് സ്റ്റിൽ യു ക്യാൻ ആക്ട് ഓൺ ദ വേൾഡ് ആൻഡ് യു ക്യാൻ ബി ഇക്വിപ്പോയ്സ്ഡ് ആക്ടിങ്. അപ്പൊ ഈ അടുത്ത 2 ചാപ്റ്ററും വളരെ റിലേറ്റഡ് കോൺസെപ്റ്റ്സിൽ കൂടിയാണ് പോകുന്നത്. ചിലത് കുറച്ചൊരു എന്താ പറയാ, നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് 6-ാമത്തെ അധ്യായം മുഴുവൻ ഫുൾ പ്രാക്ടിക്കൽ ആയിട്ട് മെഡിറ്റേഷൻ, കോൺടെംപ്ലേഷൻ ടിപ്സ് ആണ്. അപ്പൊ ഇതൊരു സീക്വൻഷ്യൽ ഓർഡർ. ഈ 6 ചാപ്റ്റർ വരെ കർമ്മത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് മുഴുവൻ. എഫേർട്ട് ആണ് ഇനി മുഴുവൻ പറയാൻ പോകുന്നത്. അപ്പൊ എഫേർട്ടിൽ ഒരു കോംപ്രമൈസും ഇല്ല. നോ കോംപ്രമൈസ് ഓൺ എഫേർട്ട്, നോ കോംപ്രമൈസ് ഓൺ ആക്ഷൻ, നോ കോംപ്രമൈസ് ഓൺ ഹൗ മച്ച് എവർ യു ഹാവ് ടു പുട്ട് ഇൻ വർക്ക്. പക്ഷെ ദി ആറ്റിറ്റ്യൂഡ് ഇൻ വിച്ച് യു പുട്ട് ഇൻ വർക്ക്, the attitude in which you do it, and the attitude in which you receive the results of the karma back. അതാണ് ഇതിന്റെ മുഴുവൻ അണ്ടർലൈൻ ഐഡിയസ്. അപ്പൊ ഇന്നലെ നമ്മൾ നിർത്തിയ ശ്ലോകത്തിൽ തന്നെ തുടങ്ങാം. കാരണം ഇത് അതൊരു നല്ല സ്ഥലമാണ്. ന കർമ്മണാമനാരംഭേ നിഷ്കർമ്മ്യ പുരുഷോഷ്ണുതേ ന ച സന്യാസനാദേവ സിദ്ധിം സമതിമധിഗച്ഛതി. അപ്പൊ കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ നിന്ന് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണത. നൈഷ്കർമ്മ്യം, നിഷ്കാമകർമ്മത്തിന്റെ അല്ലെങ്കിൽ കർമ്മം ചെയ്യാതെ കർമ്മം നമ്മിലൂടെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. കർമ്മം ചെയ്യാതെ, എനിക്കുള്ള ജോലി ചെയ്യാതെ ഞാനൊരു റിയലൈസ്ഡ് സോളാണ്, അതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ജ്ഞാനം is the follow-up path to path of action. ആക്ഷൻ ഇല്ലാതെ ജ്ഞാനം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗൃഹസ്ഥാശ്രമികളും ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
ഇപ്പൊ രമണ മഹർഷിയുമായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കർമ്മത്തിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾ ഓൾറെഡി അകർമ്മിയായിട്ട് ജനിച്ചിട്ടുണ്ട്. പൂർവ്വജന്മ വാസനകളും പൂർവ്വജന്മ ഇഫക്ട്സ് ഒക്കെ കാരണം. പക്ഷെ നമ്മള് ഗൃഹസ്ഥാശ്രമികളും ഭൂമിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി ചെയ്യാതെ നൈഷ്കർമ്മ്യം സാധ്യമല്ല. അപ്പൊ അതൊരു ഫാൾസ് പ്രിറ്റൻസ് ഉണ്ടെങ്കിൽ ഈ പണിയൊക്കെ നിർത്തി കാവ്യെടുത്ത് ഹിമാലയത്തിൽ പോയാൽ ഞാൻ ജ്ഞാനിയായി എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചോളൂ എന്ന് പറയണം. അപ്പൊ നമുക്കൊരു മോട്ടിവേഷൻ കൂടിയാണ് ഈ പാത്ത്, ഈ ജോലി ചെയ്യുന്ന പാത്തിൽ ഇതൊക്കെ വായിച്ചിട്ട് അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, എന്തേ എനിക്ക് ജ്ഞാനമാർഗത്തിൽ പോകാൻ പറ്റാത്തതൊരു വിഷമം ഉണ്ടെങ്കിൽ അത് വേണ്ട, ഇത് തന്നെയാണ് നിന്റെ ജ്ഞാനത്തിനുള്ള മാർഗം. അപ്പൊ ഇതൊരു റീഇൻഫോഴ്സ്മെന്റും കൂടിയാണ്. ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. യു ഹാവൻ ലോസ്റ്റ് എനിത്തിങ് ഇൻ ദിസ് പാത്ത്. ദിസ് ഇസ് ദ പാത്ത്, കീപ് ഡൂയിങ് ദിസ് എന്ന് പറയുന്നു. പിന്നെ നച സന്യാസനാദേവ സിദ്ധ്യം സമ്മതി ഗച്ഛതി. സന്യാസം കൊണ്ട് മാത്രം, സന്യാസം എന്ന് പറയുമ്പോൾ കർമ്മത്തിനെ വെറുതെ പുറമേ നിന്ന് ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം, കർമ്മത്തിനെ പുറമേ നിന്ന് ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം ആരും മോക്ഷം പ്രാപിക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും വളരെ മനോഹരമായ ഒരു ഐഡിയ ആണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഇതിന്റെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഫക്റ്റീവ്ലി നമുക്ക് വേണ്ടത് ആക്ഷൻലെസ്നെസ്. കർമ്മസന്യാസം അവിടെ എത്തുമ്പോൾ പറയും ആക്ഷൻലെസ്നെസ്. അതായത് നിങ്ങൾ ചെയ്യുന്നു, നമ്മളൊക്കെ ജോലികൾ ചെയ്യുന്നു, ചെയ്യാനുള്ളതൊക്കെ വളരെ മനോഹരമായിട്ട് പുറമേ നിന്നൊരാൾ കാണുമ്പോൾ പൂർണ്ണമായിട്ട് ചെയ്യുന്നു. പക്ഷേ ചെയ്തു എന്നോ ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്നോ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ഇത് വേണം, ഇത് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നതിനാണ് ഞാൻ ചെയ്തത്, ഇന്ന ആൾക്കാരെ സഹായിക്കാനാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ നന്നാക്കാനാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി, ആ ഒരു ബോധവും ആ ഒരു കോൺസെപ്റ്റ്സും ഒന്നും ഇല്ലാതെ ഇഫക്റ്റീവ്ലി യു ഗെറ്റ് ഇൻ ടു ലൈഫ് ഓഫ് ആക്ഷൻലെസ്നെസ്. അതാണ് പറയുന്നത്. ദാറ്റ് ഇസ് വാട്ട് യു, ഇത് ഭഗവത്ഗീത പറയുന്നത്. ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. ഇനി അടുത്ത 1-2 ശ്ലോകങ്ങൾ പറയുന്നത്, ജ്ഞാനമില്ലാതെ, ജ്ഞാനത്തെക്കുറിച്ച് അറിയാതെ ഇത് വെറും ഒരു റിച്വൽ പോലെ ചെയ്യേണ്ടതല്ല. അപ്പൊ അതിന് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇതിന്റെ അനുഭവം എങ്ങനെയാണ്. ഈ കഴിഞ്ഞ ശ്ലോകത്തില് വെറും ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം നൈഷ്കർമ്മ്യമാവുന്നില്ല, വെറുതെ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം സന്യാസമാവുന്നില്ല. അതിന്റെ അനുഭവം എന്താണെന്നുള്ളതാണ് പറയുന്നത്. നഹി കശ്ചിൽ ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹവശ കർമ്മ സർവപ്രകൃതിർജൈർഗുണൈ. ജാതു ക്ഷണം അപി കശ്ചിൽ അകർമ്മകൃത് നഹി തിഷ്ഠതി. ഒരു നിമിഷം പോലും ഒരാൾക്കും കർമ്മം ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല, ആർക്കായാലും. ഇപ്പൊ നമ്മള് എനിക്കൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ച്, ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു ഒരു 5 മിനിറ്റ് വെറുതെ ഇരുന്ന് കാണിച്ചു തരൂ, ഒരു എക്സാമ്പിൾ, 5 മിനിറ്റ് വെറുതെ ഇരുന്ന് കാണിച്ചു തരൂ. അപ്പൊ ഞാൻ പറയാം, ശരി, എനിക്ക് 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റും. 5 മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം തോന്നുന്നത് എപ്പോ 5 മിനിറ്റ് ആവും, ചിത്തവൃത്തികൾ നിൽക്കണേ ഇല്ല. കർമ്മം എന്നുള്ളത് ബാഹ്യകരണങ്ങളെ കൊണ്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും എന്താ, എൻ്റെ അന്ധകരണം ഓവർ ടൈം വർക്ക് ചെയ്യാണ്. എപ്പോഴാണ് ഈ 5 മിനിറ്റ് കഴിയുക? അല്ലെങ്കിൽ ഈ വെറുതെ ഇനിയിപ്പം ഞാൻ ഒന്നും ചെയ്യണില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ, മനസ്സുകൊണ്ട് ഒന്നും ചെയ്യണില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ, എന്നാലും ഞാനൊന്നും ചെയ്യണില്ല എന്നൊരു ചിന്തയെങ്കിലും മനസ്സിലുണ്ടാവും. അപ്പോ ഈ ഒരു കംപ്ലീറ്റ് ഇക്വിപ്പോയ്സ് ലെവലിൽ എത്താതെ ഒരു ക്ഷണം പോലും ജോലി ചെയ്യാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. എന്തെന്നാൽ കാര്യദേഹവശ കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈ. നമ്മുടെ പ്രകൃതിയിൽ തന്നെ, നമ്മുടേതായ നേച്ചറിൽ തന്നെ എംബെഡഡ് ആയിട്ടുള്ള ഗുണങ്ങളെ കൊണ്ട്, ചിലവർ സാത്വികരായിരിക്കാം, ചിലർ രാജസികരായിരിക്കാം, ചിലർ താമസിക ഭാവമുള്ളവരായിരിക്കാം. ഈ 3 ഗുണങ്ങൾ കൊണ്ട് തന്നെ, നമ്മുടെ നേച്ചറിലുള്ള ഈ 3 ഗുണങ്ങൾ കൊണ്ട് തന്നെ പ്രവൃത്തി എടുത്തേ മതിയാവും. നമുക്ക് പ്രാക്ടീസ് എക്സ്പീരിയൻസ് ചെയ്താൽ അറിയാം, ചില ആൾക്കാർ വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും, അവർക്ക് എന്തെങ്കിലും ഫിഡിൽ ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ദേ വോണ്ട് ടു ഡു സംതിങ്. ഒന്നുമില്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സാധനം ഉണ്ടെങ്കിൽ അതിനൊക്കെ അഴിച്ചിട്ട് വീണ്ടും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് വീണ്ടും അസംബിൾ ചെയ്യണം. എന്തെങ്കിലും ദേ മൈറ്റ് ഫിഡിൽ വിത്ത് തിങ്സ് ഓൾ ദ ടൈം. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, വെറുതെ ചിലപ്പോൾ ചിലർ തലമുടി പിടിച്ചുകൊണ്ടിരിക്കും, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും.
സോ അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ടെൻഡൻസീസ് ആർ കമ്മിങ് ഔട്ട് ഇൻ സം ഫാഷൻ. അപ്പൊ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് സാധ്യമേ അല്ല. നമ്മൾ തന്നെ വെക്കേഷൻ എടുക്കാം, 6 മാസം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എത്ര തന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും? യു വിൽ ഹാവ് ടു ഡു. അപ്പൊ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മുടെ നേച്ചറിൽ തന്നെ നമ്മുടെ നേച്ചറിലുള്ള ഗുണങ്ങൾ കാരണം, രജോ ഗുണമായാലും തമോ ഗുണമായാലും സാത്വിക ഗുണമായാലും, നമ്മുടെ നേച്ചർ നമ്മളെ പണി എടുപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടത് ആക്ട് വിഗറസ്ലി, നല്ലോണം കർമ്മം ചെയ്യുക. സോ ദാറ്റ് ചെയ്യുന്ന കർമ്മത്തിൽ ഫോക്കസ് ചെയ്ത് ഇന്റേണൽ എനർജി വേസ്റ്റ് ചെയ്യാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിന് ഗുണമുണ്ടാവും. അപ്പം വെറുതെ ഇരുന്ന് ആർക്കും ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കാരണം കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ. അടുത്ത ശ്ലോകവും ഇതിന്റെ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥൻ വിമൂഢാത്മാ ഇത്യാചാര സ ഉച്യതേ. ഇവിടെ കുറച്ച് വളരെ സ്ട്രോങ് ആയിട്ടൊരു വേർഡാണ് ഭഗവാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കർമ്മേന്ദ്രിയാണി സംയമം, കർമ്മേന്ദ്രിയങ്ങളെ ഒക്കെ പിടിച്ചു വെച്ചിട്ട്, ഇത് നമുക്കുള്ളതാണ് ശരിക്കും. നമ്മളെ ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ട് ചീത്ത പറയുക തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ. കർമ്മേന്ദ്രിയങ്ങളെ ഒക്കെ പിടിച്ചു വെച്ചിട്ട്, കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാസ്മരൻ, പക്ഷെ മനസ്സുകൊണ്ട് ആസക്തികളെ, വിഷയങ്ങളെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നാട്ടുകാരെയൊക്കെ കാണിക്കുക, ഞാൻ ഒന്നും പിടിച്ച് ഞാനൊരു കർമ്മം, ഞാൻ വളരെ ഇതാണ്, പക്ഷെ മനസ്സിൽ മുഴുവൻ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, ഇന്നതാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിൽ മുഴുവൻ വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്. അങ്ങനെയുള്ള ആള് ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മ, അങ്ങനെയുള്ള വിവേകശൂന്യായ ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയങ്ങൾ അർത്ഥിക്കുന്നതിനെ മനസ്സുകൊണ്ട് എപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കും, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവൻ മിഥ്യാചാരൻ സ ഉച്ചതേ, അവനെ മിഥ്യാചാരൻ, ഹിപ്പോക്രറ്റ് എന്നാണ് വിളിക്കുന്നത്. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഹിപ്പോക്രറ്റ്. നമ്മൾ പറയാറില്ലേ, ഹീസ് എ ഹിപ്പോക്രറ്റ്, പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് നമുക്കറിയാം, ഡിഫറെന്റ് ആണ്. അപ്പൊ ഭഗവാനും പറയുന്നതാണ്, പുറമേ ഒന്ന് നീ വിചാരിക്കേണ്ട, പുറമേ ഒന്നുമില്ല, എനിക്ക് ബാഹ്യകർമ്മങ്ങളൊന്നുമില്ല, ഞാൻ വളരെ സാത്വികനാണ്, ഞാൻ വളരെ നിഷ്കാമിയാണ്, ഇതൊന്നും എന്നോടല്ല എന്ന് വിചാരിച്ച് കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ അടക്കി വെച്ച് ഇരിക്കുമ്പോഴും മനസ്സുകൊണ്ട് വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ യു ആർ നത്തിങ് ബട്ട് എ ഹിപ്പോക്രറ്റ്. സോ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ അഡ്മോണിഷൻ തന്നെയാണ്. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു, കർമ്മസന്യാസം, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, കർമ്മം ചെയ്യാതെ ഒരു ക്ഷണം പോലും ഇരിക്കാൻ പറ്റില്ല, കർമ്മങ്ങളെ കുശലതയോടെ ചെയ്യുക, ഇതൊക്കെ പറഞ്ഞാലും ഇനി കർമ്മങ്ങൾ എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല, ഞാനൊരു ജ്ഞാനിയാണെന്ന് ഭാവിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ മനസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുവൻ വ്യാപരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഹിപ്പോക്രറ്റാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും. ഇനി ഇത് നല്ലൊരു റെഫറൻസ് പോയിന്റ് ആണ്. നമ്മൾ വളരെ അധികം റിയലൈസ്ഡ് ആണ് എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എത്ര തന്നെ അറിയാം നമുക്ക് മനസ്സിലാവില്ല. ഇതോടെ നമ്മൾ എത്രയോ കാണുന്ന പല ആൾക്കാരും ഇതിനെക്കുറിച്ചൊക്കെ വാദോരാതെ പ്രസംഗിക്കുമ്പോഴും ഈ ഒരു പോയിന്റിൽ അവർക്ക് മനസ്സിന്റെ കൺട്രോള് ഉണ്ടാവില്ല എന്ന് നമുക്ക് ധാരാളം എക്സാമ്പിൾസ് കൊണ്ട് നമ്മൾ കാണുന്നത് കൊണ്ടും അറിയാം. അപ്പോൾ ഇതൊരു പോയിന്റഡ് ഐഡിയ ആണ്. എത്ര തന്നെ ബാഹ്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ഉള്ളിലെ ട്രാൻസ്ഫർമേഷൻ പൂർണ്ണമായില്ലെങ്കിൽ പുറമേ കാണിക്കുന്നതൊക്കെ വെറും മിഥ്യയാണ്. ആ ഇന്നർ ട്രാൻസ്ഫർമേഷൻ. അപ്പൊ നമുക്ക് വേറൊരു ലുക്കിംഗ് ഇൻവേർട്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ പുറത്തൊരാൾ നിന്നെ പറ്റി ഇയാൾ വളരെ നല്ല ആളാണ്, ഇയാൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് നമ്മുടെ ഈഗോനെ ബൂസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇയാൾ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരാള് കണ്ടോ, ഇയാൾ ഭയങ്കര നല്ല സന്യാസിയാണ്, എല്ലാം ത്യജിച്ച് വളരെ സാത്വികനായിട്ട് ഇരിക്കുന്ന ഒരാള്, അത് അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഈഗോ ബൂസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ ഇപ്പോഴും വിഷയങ്ങൾ അടുത്ത ഏതാ ഏറ്റവും നല്ല കാറ്, അല്ലെങ്കിൽ അടുത്ത ഏറ്റവും നല്ല സുഖമുള്ള സാധനം ഏതാണെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാനെങ്കിൽ ഐ എം എ ഹിപ്പോക്രറ്റ്. അപ്പൊ ഹിപ്പോക്രസിക്ക് വളരെ നല്ലൊരു ഡെഫിനേഷൻ ആണ്
തന്നിരിക്കുന്നത്. കാരണം മനസ്സ് വിൽ റിപ്പീറ്റ് ഇറ്റ്സ് ഓൺ തോട്ട്സ്. നമുക്ക് ഒരു കാര്യത്തിലേക്ക് മനസ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അതിനെക്കുറിച്ച് തന്നെ എനിക്ക് ഇന്നൊരു സാധനം വേണം എന്ന് തോന്നിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് കിട്ടുന്നത് വരെ മനസ്സ് അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ അതിനെ സേവ് ചെയ്യാം, നഷ്ടപ്പെടാതിരിക്കാം എന്നാലോചിച്ച് മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സാധനത്തിനോട് ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ഈസ് കോൺസ്റ്റന്റ്ലി റീഗർജിറ്റേറ്റിംഗ് ദിസ്. പക്ഷേ എനിക്കൊന്നും വേണ്ട, എനിക്കൊരു വാൺസും ഇല്ല. അപ്പൊ നമ്മൾ ആൾക്കാരെ ധാരാളം ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, എനിക്കൊരു വാൺസും നീഡ്സും ഒന്നുമില്ല, ഐ എം വെരി കണ്ടെന്റഡ് വിത്ത് ലൈഫ്, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഒരു ആഗ്രഹങ്ങളും ഇല്ല, എനിക്ക് ഭഗവാൻ എല്ലാം പുറമെ എനിക്ക് ഭഗവാൻ എല്ലാം തന്നിട്ടുണ്ട്, എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല, ഒരു ആവശ്യവും ഇല്ല, ഒന്നുമില്ല. ഇതേ ആള്, ഇങ്ങനെ പറയുന്ന ആൾ തന്നെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ അയ്യോ എന്തൊരു കഷ്ടമായി, ഞാൻ എത്ര ബുദ്ധിമുട്ടിയായതിനു വേണ്ടി എനിക്കിത് കിട്ടിയില്ല എന്ന് പറയും. ഇപ്പൊ പുറമേ ഒന്ന് പറയുക, മനസ്സിൽ ആ സാധനത്തിനോടുള്ള ആഗ്രഹം വളരെയധികം ഉണ്ടായിരിക്കുകയും ചെയ്തു, അവരാണ് ഹിപ്പോക്രറ്റ്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും വി ആർ ഹിപ്പോക്രറ്റ്സ്. നമ്മളിത് കാണിക്കുന്നുണ്ട്, നമ്മളിത് വളരെ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഈ ഹിപ്പോക്രസി കാണിക്കുന്നുണ്ട് പലരോടും. പക്ഷെ ഇതൊന്നും അങ്ങനെ ചെയ്യരുത്, അതല്ല എന്നല്ല പറയുന്നത്, അറിഞ്ഞിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് അറിഞ്ഞിരിക്കുക. കാരണം അറിഞ്ഞാലല്ലേ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഭഗവാന് തന്നെ അറിയാം നമ്മളെപ്പോലുള്ളവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. അപ്പൊ അടുത്ത സ്റ്റാൻസ് ഇത് കൺട്രോൾ ചെയ്യാനുള്ള വഴിയാണ്. ഒരു കാര്യം കൂടെ, ഭയം കൊണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് കൺട്രോൾ ചെയ്യുന്നതിനെ അല്ല ഇവിടെ പറയുന്നത്. ഇപ്പൊ ആരെങ്കിലും നിങ്ങളെ ഇമ്പോസ് ചെയ്ത് പിടിച്ചിരുത്തി അങ്ങനെയല്ല. ഇപ്പൊ ആരെങ്കിലും നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരാളെ ജയിലിലിട്ടിട്ട് അവൻ ഒരു പണിയും ചെയ്യുന്നില്ല, അവൻ ഹിപ്പോക്രറ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല. റൈറ്റ്? സോ ഒരാളെ ജയിലിലിട്ടു, അവന് ഒന്നും ചെയ്യാനില്ല, ജയിലിൽ കൊണ്ടിട്ടു, ബിക്കോസ് ഫോർ സം ക്രൈം ദാറ്റ് ഹി ഡിഡ്. അയാൾ ജയിലിലാണ്. ജയിലിൽ കിടക്കുന്ന ആൾക്ക് ഒരു പണിയില്ലാണ്ട് അവനൊരു മുക്കിലിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവനെക്കുറിച്ച്, അവന്റെ ആക്ഷൻസിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പൊ അതൊരു നമുക്ക് സ്വയം നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന നമ്മുടെ ആക്ഷൻസ് നമ്മൾ എങ്ങനെ ചെയ്യും, അല്ലാണ്ട് ഇമ്പോസ്ഡ് ആക്ഷൻസ് അല്ല. ഒന്നും ഇമ്പോസ്ഡ് ആക്ഷൻസ് ആവരുത് അങ്ങനെ. അപ്പൊ ഇനി നമുക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നറിയുന്നത് കൊണ്ട് ഭഗവാൻ ഒരു ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ കർമ്മസു കൗശലത്തിനുള്ള ഉപാധി പറയുകയാണ്. എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതിന്റെ ആദ്യത്തെ ഇൻഡിക്കേഷനാണ് അടുത്ത ശ്ലോകം. യസ്ത്വേന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സവിശിഷ്യതേ. യതു ഇന്ദ്രിയാണി മനസാ സംയമ. മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ എങ്ങനെ അടക്കുന്നുവോ അങ്ങനെ അടക്കിയിട്ട് കർമ്മേന്ദ്രിയൈ കർമ്മയോഗൈ, വിഷയഭോഗത്തിൽ ആസക്തി ഒന്നുമില്ലാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ അനുഷ്ഠിക്കുന്നുവോ. അപ്പൊ എങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിനെ അടക്കിയിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് കർമ്മേന്ദ്രിയം കൊണ്ട് കർമ്മയോഗത്തെ ചെയ്യുന്നുവോ അവനാണ് സ വിശിഷ്യതേ. അങ്ങനെയുള്ള ആളാണ് ശ്രേഷ്ഠൻ. അപ്പൊ മനസ്സിനെ പിടിയിൽ വെച്ചുകൊണ്ട് തന്നെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. അപ്പൊ മനസ്സ് നമ്മുടെ സ്വാധീനത്തിലാണെങ്കിൽ, ഇപ്പൊ മനസ്സ് നമ്മുടെ സ്വാധീനത്തിലാണെന്ന് പറയണത് തന്നെ നമ്മൾ ഒരു എക്സ്റ്റേണൽ സാധനത്തിന്റെ പുറകെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഓടിപ്പോണില്ല എന്നുള്ളതാണ്. മനസ്സ് നമ്മുടെ സ്വാധീനത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ, മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കാമ കർമ്മങ്ങളായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഭവിക്കും. അങ്ങനെയുള്ള യോഗം, അങ്ങനെയുള്ള ആക്ഷൻ ആണ് റൈറ്റ് ആക്ഷൻ. അപ്പൊ മൈൻഡ് സെൻസ് ഓർഗൻസിനോട് കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞതിലൊന്നും അർത്ഥമില്ല. അപ്പൊ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, യസ്തിന്ദ്രിയാണി മനസ്സാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത. കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം അസക്ത, അൺഅറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യും വേണം. അപ്പൊ ഇതൊന്നും അറ്റാച്ച് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ
രണ്ടാം അധ്യായത്തിലെ കർമ്മണ്യവാധികാരസ്ഥയുടെ എക്സ്റ്റൻഷൻ എടുക്കുകയാണെങ്കിൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ടു ദ റിസൾട്ട്സ് ഓഫ് ദി ആക്ഷൻ, അങ്ങനെ വിചാരിച്ചാൽ മതി, ടു ബി മേക്ക് ഇറ്റ് ഈസി. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, അസക്തി എന്ന് പറയുന്നത് റിസൾട്ട്സ്, കർമ്മത്തിന്റെ ഫലത്തിനോടുള്ള ആസക്തി, കർമ്മത്തിന്റെ ഫലത്തിനോടുള്ള ആഗ്രഹം. അത് വേണ്ട, അതില്ലാതെ എങ്ങനെ ചെയ്യുന്നുവോ അയാളാണ് അയാളാണ് ശ്രേഷ്ഠനായ ആള്. അപ്പൊ ആദ്യമായിട്ട് യോഗ കർമ്മസു കൗശലത്തിനുള്ള കൗശലത്തിന്റെ ഫസ്റ്റ് ഉപാധിയാണ് ആസക്തി. ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുക. മനസ്സിനെ, അപ്പൊ ആസക്തി ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്താലല്ലേ ആസക്തി ഇല്ലാതാവുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ചെയ്യുക, ഇത് ചെയ്താൽ എനിക്ക് ഇത്ര റേസ് കിട്ടും എന്നുള്ള ഭാവത്തിൽ ചെയ്യാതെ, ഇത് ചെയ്താൽ ഈ കർമ്മം കൊണ്ട് പല പല ഗുണങ്ങളും പലർക്കും ഉണ്ടാവും, നമുക്കുള്ളതെല്ലാം ചിന്തിക്കാതെ പുറമേയുള്ള ഗുണങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒന്നിനോടുള്ള ആസക്തി കുറഞ്ഞു വരും. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആദ്യമായിട്ട് ആസക്തിയുടെ, കർമ്മത്തിലുള്ള അനാസക്തിയെ പറ്റി പറഞ്ഞു വയ്ക്കുകയാണ്. വിഷയാസക്തിക്ക് സ്ഥാനമില്ല. നല്ല കർമ്മയോഗത്തില് വിഷയങ്ങളിലുള്ള ആഗ്രഹത്തിന് അല്ലെങ്കിൽ ആസക്തിക്ക് സ്ഥാനം ഉണ്ടാവരുത്. നമ്മുടെ ഫ്രം ആർ സ്റ്റാൻഡ് പോയിന്റ് നമ്മൾക്ക് ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ ലെവലിലായിരിക്കും. പക്ഷെ നമ്മളൊക്കെ ഒരു മേ ബി വി ആർ ഓൾ ഇൻ ദ റിലേറ്റീവ്ലി സെയിം പ്ലെയിൻ, ഒരു ചിന്താധാരയിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒന്നിനോടും ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി നൈസ് കോൺസെപ്റ്റ് ടു സേ. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു വരാൻ തന്നെയാണ് ബുദ്ധിമുട്ട്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ആദ്യം ഉറക്കണം. അപ്പൊ പ്രാക്ടിക്കലായിട്ട് എനിക്ക് ആസക്തി ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനുള്ളത് ഇനി ധാരാളം വരുന്നുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എന്ന എൻ്റെ ഭാവത്തെക്കാളും എൻ്റെ അഹങ്കാരത്തെക്കാളും, ഞാൻ എന്ന എൻ്റെ ഭാവവും അഹങ്കാരവും അഹംബോധവും, ഈ രണ്ട് കാര്യങ്ങളെയും എനിക്ക് ഉടനെ തന്നെ എടുത്ത് വലിച്ചെറിയാൻ പറ്റില്ല. ഇത് പ്രാക്ടീസിലൂടെ കുറെ കാലം കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഈഗോവിനെ സബ്സൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേസ്മെന്റേ പറ്റൂ ഇപ്പൊ. അപ്പൊ നമ്മുടെ ഒരു എയിം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിന് പകരം എന്നാൽ ചെയ്യപ്പെടുന്നത് മറ്റാർക്കൊക്കെയോ ഗുണകരമാവുന്നു എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതും ഈഗോ തന്നെയാണ്. അതും ദാറ്റ്സ് നോട്ട് ദി അക്സെപ്റ്റബിൾ വൺ ഓൾസോ. പക്ഷേ ഇപ്പോ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നു, എൻ്റെ സെൽഫിഷ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് കുറച്ചങ്ങോട്ട് മാറ്റിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യ പടിയായിട്ട് ഉപയോഗിക്കുക. ഞാൻ ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ഇറ്റ്സ് ഈവൻ ബെറ്റർ ദാൻ ഞാൻ എനിക്ക് തന്നെ ചെയ്യുന്നതാണ്. റൈറ്റ്? അപ്പൊ ഒരു പടി കടന്ന് നമ്മൾ ചിന്തിച്ചു, ഇത് എനിക്കല്ല, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു. ഇനി കുടുംബവും ഞാനും അത്രയും അറ്റാച്ച്ഡ് ആയ അതൊരു പ്രശ്നം വേറെ. പക്ഷെ അത് ആ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉടനെ ഇതൊന്നും വിട്ട് കളഞ്ഞ് വലിച്ചെറിഞ്ഞ് പറ്റാത്തത് കൊണ്ട് ആദ്യപടിയായിട്ട് ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ കർമ്മം കൊണ്ട് ഞാൻ നന്നായിട്ട് ഈ പണിയെടുക്കുന്നത്, ഒരാള് പാടത്ത് പണിയെടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാള് ഇത്രയും പണിയെടുത്ത് അവസാനം കിട്ടുന്ന കാശ് വീട്ടിൽ കൊണ്ടുപോയി അതിനോട് കൊണ്ടുള്ള ആഹാരം മേടിച്ച് കുട്ടികളും കുടുംബവും ആ അയാൾ പണിയെടുത്ത് അയാളുടെ വിയർപ്പിന്റെ വില കൊണ്ട് ആണ് അവർ ആഹാരം കഴിച്ച് ജീവിക്കുന്നതെങ്കിൽ അയാൾ ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ കർമ്മം തന്നെയാണ്. ഈ പണി ചെയ്യുന്നത് ഞാനാണെന്ന് അയാൾ വിചാരിച്ചാൽ തന്നെയും അയാൾ ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ കർമ്മമാണ്. കാരണം വേറെ 3 ജീവനുകൾക്ക് ആഹാരം കിട്ടിയില്ല. അപ്പൊ ആ ഒരു ചിന്താഗതി വെച്ചിട്ട് നമ്മുടെ കർമ്മത്തിനെ സൂപ്പർ ഇമ്പോസ് ഇൻ ടു എ ഹയർ ഐഡിയൽ. എനിക്കാണുള്ളത്. അപ്പൊ ഇതേ എക്സാമ്പിള്, ഇതേ 500 രൂപ മേടിച്ച അയാൾ കള്ളുകുടിക്കാൻ പോയാൽ പെട്ടു. റൈറ്റ്? അപ്പം അയാൾക്ക് വേണ്ടി മാത്രമേ ചെയ്തുള്ളൂ, വീട്ടിനെ ഉപേക്ഷിച്ചു, അത് വികർമ്മമായി. പക്ഷെ ഇത് കർമ്മമാവുന്നത് നമ്മൾ ഒരു തൊട്ട് ഹയർ ഗോളിലേക്ക്. ഇപ്പൊ നമുക്ക് എല്ലാ വീട്ടിനെയും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത് പറയാം, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ അത് സൊസൈറ്റി ആവാം, രാഷ്ട്രമാവാം. പിന്നെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്യുന്നതിൻ്റെ ഫലം മുഴുവൻ ഭഗവാനിൽ അർപ്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള വഴികളിൽ കൂടെ പോവാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് കർമ്മം? എന്ത് തരം കർമ്മങ്ങളാണ് പറയുന്നത്? അപ്പൊ ഇതില് ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്തിട്ട്
കർമ്മയോഗം അനുഷ്ഠിക്കുകയാണെങ്കിൽ അതാണ് ശ്രേഷ്ഠം. അതാണ് കർമ്മയോഗത്തിന്റെ അനാസക്തി, അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരു ഹയർ ഗോളിലേക്ക് സബ്ലിമേഷൻ. ഞാൻ എന്നുള്ള എൻ്റെ അഹങ്കാരം ഫീഡ് ചെയ്യുന്ന എൻ്റെ സറൗണ്ടിങ്സിനേക്കാളും കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിലേക്ക് ചിന്തിച്ച് ആ കർമ്മം അതിനു വേണ്ടിയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. വേറൊരു എക്സാമ്പിൾ, ഇപ്പം റിച്വലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാൽ, ലെറ്റ്സ് നോട്ട് വറി അബൌട്ട് ദ ലോജിക് ബിഹൈൻഡ് ഇറ്റ്. എന്താണ് ഇത്, സത്യമാണോ ശരിയാണോ ഒന്നും ആലോചിക്കണ്ട. ഇപ്പം ഒരു രാജ്യത്ത് മഴയില്ല, മഴ ഉണ്ടാവാൻ വേണ്ടി ഒരു യാഗം നടത്തി. യാഗം ചെയ്യാൻ വരുന്ന യജ്ഞകൻ, യാഗം ചെയ്യാൻ വരുന്ന അയാൾ വേറെ ഏതോ നാട്ടിൽ നിന്നാ വന്ന്, നല്ലോണം മഴയുള്ള നാട്ടിൽ നിന്നാ വന്നെന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ ഇവിടെ വന്നിട്ട് ഈ നാട്ടിന് മഴയുണ്ടാവാൻ വേണ്ടി യാഗം നടത്തുകയാണെങ്കിൽ അയാൾക്ക് അതിൽ കർമ്മബന്ധമൊന്നും ഇല്ലല്ലോ. ഓഫ് കോഴ്സ് എനിക്കിതിൽ കിട്ടുന്ന കാശുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷെ വിചാരിക്കുക അയാള് പ്രതിഫലം ഒന്നും വാങ്ങാതെ, അയാൾക്ക് അറിയാം ഈ യാഗം നടത്താൻ അറിയാം, അയാള് ഈ യാഗം നടത്താൻ പഠിച്ചിട്ടുള്ള ആളാണ്. വേറൊരു നാട്ടിൽ മഴയില്ല, അപ്പൊ അവിടെ വന്ന് അയാൾ യാഗം നടത്തി, മഴ പെയ്യാൻ വേണ്ടി യാഗം നടത്തി കൊടുക്കുകയാണെങ്കിൽ അയാൾ നിഷ്കാമകർമ്മമല്ലേ ചെയ്യുന്നത്. കാരണം അയാൾക്ക് ഒന്നും, ഇനിയിപ്പം ഞാൻ നടത്തിയത് കൊണ്ടാണ് ഇവിടെ മഴ പെയ്തതെന്ന് അയാൾ വിചാരിച്ചാൽ പോയി, അത് വേറെ ലെവലില്ല. പക്ഷെ നമ്മൾ കാണുമ്പം അയാൾ വന്നു, ചെയ്തു, പോയി, മഴ പെയ്തു, പോയി, അയാളെക്കാളും വലിയ ഒരു ഐഡിയലിന് വേണ്ടി കർമ്മം ചെയ്തു. നോട്ട് ദ റൈറ്റ് എക്സാമ്പിൾ, പക്ഷെ കാരണം ഇനി കുറെ യജ്ഞത്തിന്റെ കാര്യമാണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ യാഗത്തിന്റെ പേര് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഐഡിയ, ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ഒരു ഐഡിയൽ വെച്ച് കഴിഞ്ഞാൽ ആ കർമ്മം കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആവും. ഇനി അടുത്തത് ഈ കർമ്മം എന്താണ് എന്ന് പറയാണ്. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണാഃ ശരീരയാത്രാഭിചതേ ന പ്രസിദ്ധേത കർമ്മണാഃ. നിയതം കുരു കർമ്മത്വം, നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു വിധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു, നിന്നിൽ നിക്ഷിപ്തമായത്, നിനക്ക് ചെയ്യാനുള്ളത്. ചില ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് ഒഫൻസ് എടുക്കുന്ന ഒരു ടേമാണ്, ആരാണ് എന്നിൽ കർമ്മം വിധിക്കുന്നത്? എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യുക, ആരാണ് എന്നിൽ കർമ്മം വിധിക്കുന്നത്? നിയതം എന്ന് പറയുമ്പം അതില് ഒരു സംശയം വന്നു, ഈ ആരാണ് എന്നിൽ ഈ കർമ്മം വിധിക്കുന്നത് എന്നുള്ളത്. അപ്പോ അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ കർമ്മം, പിന്നെ കർമ്മചക്രം, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കർമ്മചക്രം ചെയ്യേണ്ടി വരും. അങ്ങനെ അതിനെക്കുറിച്ച്, അങ്ങനെ കർമ്മചക്രത്തിനെ കുറിച്ച് ചിന്തിച്ചു വന്ന, കർമ്മം നിനക്ക് ആരും വിധിച്ചിട്ടില്ല, നീ സ്വയം വിധിച്ചതാണ്. നിന്റെ പഴയ കർമ്മങ്ങളിലൂടെയും ആ കർമ്മങ്ങൾ വളർത്തിയ സംസ്കാരത്തിലൂടെയും ആ സംസ്കാരങ്ങള് പുലർത്തിപ്പോന്ന വാസനകളിലൂടെയും. അപ്പൊ ആരും നിനക്ക് വിധിച്ച കർമ്മങ്ങളല്ല ഒന്നും, എല്ലാ കർമ്മങ്ങളും നീ സ്വയം പണി ചെയ്ത് എടുത്ത് ഉണ്ടാക്കിയതാണ്. ഇനി ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, നിർബന്ധമായിട്ട് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങളും അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശരീരം ശുദ്ധിയാക്കി വെക്കാനും പ്രാർത്ഥനയും അങ്ങനെയുള്ള ചില നിയത കർമ്മങ്ങളുണ്ട്. പക്ഷെ അല്ലാത്ത കർമ്മങ്ങളൊന്നും ആരും നിന്നിൽ ആരോപിച്ചതല്ല. നിന്റെ വാസനകൾ നിന്നെ പ്രേരിപ്പിച്ച് അത് നീ ചെയ്ത് വീണ്ടും വാസനകളെ ബലപ്പെടുത്തി അങ്ങനെ വന്ന് കർമ്മചക്രത്തിൽ വന്ന കർമ്മങ്ങളാണ്. അപ്പൊ ഇവിടെ നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മത്തെ നീ ചെയ്യുക എന്ന് പറയുമ്പോൾ, നീ ഈ ശരീരം എടുത്തതിന് ശേഷം എന്താണോ കർമ്മം നിന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്, ഏത് കർമ്മമാണോ നിന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്, ആ കർമ്മം നീ ചെയ്യുക. എന്തെന്നാൽ കർമ്മജ്യായോ അകർമ്മണി, കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യൽ. നേരത്തെ പറഞ്ഞു തന്നെ, അകർമ്മണതേ ശരീരയാത്രാഭിചതേ ന പ്രസിദ്ധേത അകർമ്മണ.
കർമ്മശൂന്യനായിട്ടിരുന്നാൽ അകർമ്മണ ന പ്രസിദ്ധിയ അകർമ്മണ കർമ്മശൂന്യനായിട്ടിരുന്നാല് ശരീരയാത്രേഭി ശരീര സംരക്ഷണം, ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, മെയിൻ്റനൻസ് ഓഫ് ദ ബോഡി, അതുപോലും ചെയ്യാൻ പറ്റില്ല. കർമ്മം ചെയ്യായിരുന്നു അല്ലെ, പല്ല് തേക്കലും കുളിക്കലും ഒക്കെ ഒരു കർമ്മമല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ശരീര സംരക്ഷണം പോലും കർമ്മം ചെയ്യാതിരുന്ന സാധിക്കില്ല. അപ്പൊ ചിലർ കേട്ടിട്ടുണ്ടാവും ഈ ചില ഒരു ലെവലിലൊക്കെ എത്തിയ യോഗികളെയും യാക്കോരികളെയും മാതിരിയുള്ളവർ അവരൊന്നും ഒരിക്കലും കുളിക്കുകയോ ശരീര സംരക്ഷണം ഒന്നും ചെയ്യില്ല. ഭഗവത്ഗീത അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ടില്ല. അവനവന്റെ നിയതകർമ്മങ്ങളെ അവനവന് ചെയ്യാനുള്ള കർമ്മങ്ങളെ ചെയ്യണം. കുളിക്കാതെയും ശരീരം സംരക്ഷിക്കാതെയും ശരീര സംരക്ഷണം എന്ന് പറഞ്ഞാൽ സമയത്തിന് ആഹാരം കഴിക്കുക, ആവശ്യമുള്ള ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ പെടും അതിൽ. അതൊന്നും ചെയ്യാം. അപ്പം ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കേണ്ട, ഞാൻ ഇങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം, അതൊന്നും ഒരു കൺട്രോൾ അല്ല. ശരീര സംരക്ഷണം ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം, ശരീരം വൃത്തിയായി വെക്കലൊക്കെ ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യാതിരുന്ന നിയതകർമ്മങ്ങളെ, നിന്നിൽ വിധിക്കപ്പെട്ട കർമ്മങ്ങളെ പോലും ചെയ്യാതിരുന്ന നിനക്ക് ശരീര സംരക്ഷണം പോലും സാധ്യമല്ല. പിന്നെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. നിന്റെ ഡ്യൂട്ടികൾ ഡിലിജന്റ് ആയിട്ട് ചെയ്തേ പറ്റൂ. അങ്ങനെ ഡിലിജന്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ശരീര സംരക്ഷണം പോലും സാധ്യമല്ല. ഇതൊക്കെ എന്താണ് കർമ്മം, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാണ്. അപ്പം നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ബിഗ്ഗർ കോൺസെപ്റ്റ് ഓഫ് കർമ്മചക്രവും കർമ്മത്തെ കർമ്മയോഗം ആക്കാനുള്ള ഉപാധികളുമാണ് ഇതൊക്കെ. ചെയ്യേണ്ടത് ചെയ്യണം, ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്യാതിരിക്കുന്നത് ശരിയല്ല, ഉപേക്ഷിച്ച് എവിടേക്കും പോകാൻ പറ്റില്ല. ഇപ്പൊ ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള നിയതകർമ്മങ്ങൾ. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓരോ കർമ്മങ്ങളെ കുറിച്ചൊക്കെ അധികം പറയും, നമുക്ക് അപ്പം പോവാം. നിയതകർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്യാണ്, ചെയ്യാതിരിക്കുന്നതിൽ ഗ്രേറ്റ്നെസ് ഇല്ല എന്ന്. അപ്പൊ ആർക്കെങ്കിലും നമുക്ക് അബദ്ധവശാലെങ്കിലും ജ്ഞാനമാർഗിയാണ് ഞാൻ, ജ്ഞാനമാണ് എനിക്ക് പ്രധാനം, ജ്ഞാനമേ എനിക്ക് വേണ്ടൂ, അതിനാൽ ഞാൻ അകർമ്മിയാവുന്നു എന്ന് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ, അർജുനനോടാണ് പറയുന്നത്. അപ്പൊ നമ്മളും അർജുനനോട് കമ്പയർ ചെയ്യണം. അർജുനന്റെ പണി ചെയ്യുന്ന ആ അവസ്ഥ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ തെറ്റാണ് ചെയ്യുന്നത്. നമ്മൾ ആ ലെവലിലേക്ക് ഉയരണമെങ്കിൽ ഈ പറഞ്ഞ കർമ്മയോഗത്തിന്റെ വഴിയിലൂടെ മാത്രമേ ജ്ഞാനയോഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഷോർട്ട് കട്ട്സ് ഇല്ല. ഇത് സീരിയൽ പാത്താണ്. കർമ്മം കഴിഞ്ഞ് കർമ്മയോഗത്തിൽ നിഷ്കാമകർമ്മി ആവുമ്പോഴേ ജ്ഞാനം ലഭിക്കാനുള്ള, ജ്ഞാനം നേടാനും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും പ്രാപ്തമാകുന്നുള്ളൂ. അപ്പൊ ഇത് ഒരു ട്രെയിനിങ് പ്രോസസ്സാണ്. കർമ്മയോഗം അപ്രന്റീസ്ഷിപ്പാണ്. ജ്ഞാനയോഗത്തിലേക്കുള്ള അപ്രന്റീസ്ഷിപ്പാണ് കർമ്മയോഗം. ഇനി അപ്രന്റീസിൽ തന്നെ ഉപേക്ഷിച്ച് പോവാം, വിരോധമൊന്നുമില്ല. ഈ കർമ്മം മാത്രം ചെയ്ത് എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ഇനിയിപ്പം അധികമുള്ള ജ്ഞാനം ഒന്നും വേണ്ട, എനിക്ക് 13 മുതൽ 18-ാമത് അധ്യായം വരെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണ്ട, എനിക്ക് കർമ്മം മാത്രം മതി എന്ന് പറഞ്ഞാലും വിരോധമില്ല. നീ നന്നായിട്ട് ഇങ്ങനെ നിഷ്കാമ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന ബാക്കി 13 മുതൽ 18 വരെ അധ്യായം തനിയേ നിനക്ക് വന്നോളും. ആ ജ്ഞാനം തനിയെ സംഭവിച്ചോളും. ഇതേപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിപ്പിച്ചതുപോലെ ആവണമെന്നില്ല. നിന്റെ അനുഭൂതിയിലൂടെ ജ്ഞാനം നിനക്ക് വന്നോളും. ഇതാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് മുഴുവൻ, ഈ പറയുന്നത് മുഴുവൻ നമ്മൾ എങ്ങനെ ആവണം, എങ്ങനെ ചെയ്യണം, സോ ദാറ്റ് അൾട്ടിമേറ്റ് ഗോളിന് വേണ്ടി ചെയ്യരുത്. അൾട്ടിമേറ്റ് ഗോൾ വിൽ ജസ്റ്റ് ഹാപ്പൻ ഇഫ് യു ഡു ദ പ്രോസസ് കറക്റ്റ്ലി. പ്രോസസ്സിനാണ് പ്രാധാന്യം കർമ്മയോഗത്തിൽ. കർമ്മയോഗം ചെയ്യുന്ന വഴി, കർമ്മം ചെയ്യുന്ന മാർഗത്തിനാണ് പ്രാധാന്യം. റിസൾട്ട് തനിയെ വന്നോളും. അവസാനം ഇത് ചെയ്യുമ്പോൾ എൻഡ് റിസൾട്ട് തനിയെ വന്നോളും. ഒരു ശ്ലോകവും കൂടെ നമുക്ക് ചെയ്യാം, കാരണം അവിടെ യജ്ഞത്തിന്റെ ഇൻട്രൊഡക്ഷനാണ്. 9-ാമത്തെ ശ്ലോകം. യജ്ഞാർത്ഥാൽ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനാഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചരാഃ. ഇത് തന്നെയാണ് പറയുന്നത്. യജ്ഞാർത്ഥാൽ കർമ്മണോന്യത്ര. യജ്ഞം
യാഗം, യജ്ഞമൊക്കെ സാക്രിഫൈസ്. സാക്രിഫൈസ് ശരിക്കുള്ള വേർഡാണോ എന്നറിയില്ല. അർപ്പിക്കൽ എല്ലാം നോ, സാക്രിഫൈസ് ചെയ്യുക. യജ്ഞാർത്ഥ കർമ്മണോന്യത്വം, സാക്രിഫൈസ് മെന്റാലിറ്റി, സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റിയിൽ കർമ്മം മുഴുവൻ ചെയ്യുക. ആർക്ക് സാക്രിഫൈസ് ചെയ്യണം? ഒരു ഹയർ ഐഡിയലിലേക്ക്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്ന ലെവലിൽ അതിന് മുകളിൽ ഒരു ഹയർ ഐഡിയ. ഈശ്വരന് വേണമെങ്കിൽ ഈശ്വരനിലേക്കാവാം, അല്ലെങ്കിൽ ഈശ്വര തുല്യമായ എന്തിലേക്കെങ്കിലും ആവാം. എന്തെങ്കിലും ഒരു ഹയർ ഐഡിയലിലേക്ക് യജ്ഞം ചെയ്ത്, യജ്ഞാർത്ഥാൽക്ക് ലോകോയം കർമ്മബന്ധനാഹ. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അന്യമായ കർമ്മ ഫലേച്ഛയോടെയാണ് ചെയ്യുന്നെങ്കിൽ കർമ്മത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർമ്മത്തിന്റെ സൈക്കിള് ഈ കർമ്മം, സംസ്കാരം, വാസന, വീണ്ടും കർമ്മം. അപ്പൊ അതിനെ നമ്മളെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ആ ബന്ധനം വിടാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു അസക്തി, അസംഗം, അൺഅറ്റാച്ച്ഡ് ആവണം. പിന്നെ ഇപ്പൊ പറയുന്നത് കർമ്മബന്ധനം എന്നുള്ള മോചനം തന്നെയാണ് കർമ്മത്തെ കർമ്മയോഗമാക്കാനുള്ള വഴി. അത് തന്നെയാണ് ആ കൗശലം. അതുകൊണ്ട് ഈശ്വരാർപ്പണത്തോടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹയർ ഐഡിയൽസിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ആസക്തി ഇല്ലാതെ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഘ സമാചര. തദർത്ഥം അതിനാൽ കർമ്മം, കൗന്ദേയ കുന്തിയുടെ പുത്ര, കർമ്മം ജോലി നീ ചെയ്യുക എങ്ങനെ? മുക്ത സംഘ, അൺഅറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യാം. എന്തിൽ നിന്ന് അൺഅറ്റാച്ച്ഡ് ആയിട്ട്? എളുപ്പത്തിൽ പറയാം, അതിന്റെ റിസൾട്ട്സ് നിന്ന് അൺഅറ്റാച്ച്ഡ് ആയിട്ട്. അപ്പൊ പിന്നെ എന്തായി? 2-ാം അധ്യായത്തിലെ 47-ാമത്തെ ശ്ലോകം തന്നെയായി ഇത്. കർമ്മണ്യേവാധികാരസ്ഥ തന്നെയായി ഇത്. മുക്ത സംഘം, അൺഅറ്റാച്ച്ഡ് ആയിട്ട് കർമ്മത്തിന്റെ ഫലം ചെയ്യുക. പക്ഷെ ഇവിടെ അന്ന് അവിടെ പറഞ്ഞതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഇവിടെ യജ്ഞാർത്ഥമായിട്ട് ചെയ്യാൻ പറഞ്ഞു. ഓഫറിംഗ് ആയിട്ട്, സാക്രിഫൈസ് ആയിട്ട് ചെയ്യാം. ഓഫറിംഗ് ആർക്ക്? ഓഫറിംഗ് ആർക്ക് വേണമെങ്കിൽ, നീ അല്ലാതെ നീ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഹയർ ഐഡിയലിനുള്ള ഓഫറിംഗ് ആയിട്ട്. അത് ഈശ്വരനെങ്കിൽ ഈശ്വരൻ, അത് നിന്റെ ഗുരുനാഥനെങ്കിൽ ഗുരുനാഥൻ, അത് നിന്റെ മാതാപിതാക്കളെങ്കിൽ മാതാപിതാക്കൾ, ആരായാലും വിരോധമില്ല. നീ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഹയർ ഐഡിയലിന് വേണ്ടി യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്താൽ, അതായത് ഈശ്വരാർപ്പണമായിട്ടോ അല്ലെങ്കിൽ ഹയർ ഐഡിയലിനായിട്ടോ ഉള്ള കർമ്മം ചെയ്താൽ മുക്തസംഘ സമാജം, അത് ആ കർമ്മത്തിന്റെ ബന്ധനം നിന്നെ ബാധിക്കുന്നില്ല. അപ്പൊ ഇത് വീണ്ടും ഉപാധിയായി, ബന്ധനത്തിൽ നിന്ന് മോചിക്കാനുള്ള ഉപാധി. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റിയിൽ ചെയ്താൽ ഇത് ബന്ധനം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ലാതെ ഒരു എന്താ ഈ കർമ്മ ബന്ധനം, ഇത് എവിടെയാ കൊണ്ട് ബന്ധിച്ചിരിക്കണേന്നൊക്കെ തോന്നും. പക്ഷെ എളുപ്പമായിട്ട് ആലോചിച്ചാൽ, ഒരു ജോലി ചെയ്താൽ അതിന്റെ റിസൾട്ടിനെ ആലോചിച്ചാൽ നമ്മുടെ മനസ്സ് അജിറ്റേറ്റഡ് ആവില്ല. ഒരു പരീക്ഷ എഴുതി എനിക്ക് എത്ര മാർക്ക് കിട്ടുന്ന ആലോചിച്ചൊരു അജിറ്റേഷൻ ഇല്ലേ മനസ്സിൽ? ഒരു എൻട്രൻസ് എക്സാം എഴുതി പാസ്സാവോ ഇല്ലയോ എന്ന് ആലോചിച്ചൊരു അജിറ്റേഷൻ ഇല്ലേ മനസ്സിൽ? ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഡെലിവർ ചെയ്തു, ഇത് അക്സെപ്റ്റഡ് ആവുമോ, ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഇതിൽ കുരുട്ടുകൾ വരാൻ പോകണമെന്ന് ആലോചിച്ചൊരു അജിറ്റേഷൻ. ആ അജിറ്റേഷനുകൾ തന്നെയാണ് ബന്ധനം. ആ റിസൾട്ടുകളെ കുറിച്ചിട്ടുള്ള വേവലാതി തന്നെയാണ് കർമ്മബന്ധനം. അപ്പൊ അത് 2 വിധത്തിൽ വരും. ജോലി ചെയ്യുമ്പോൾ വരും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയ്യോ ഇത് ശരിയായോ, ഈ ചെയ്തത് ശരിയായോ, ഇത് ശരിയായി, ഇതിപ്പോ എങ്ങനെയാവോ അവർ അക്സെപ്റ്റ് ചെയ്യുക, ഇത് എങ്ങനെയാണാവോ അങ്ങനെ ആലോചിച്ചാൽ പെട്ടു. യു കാൻ ഫോക്കസ് ഓൺ. അപ്പം നിങ്ങളുടെ ജോലിയുടെ ക്വാളിറ്റി കുറഞ്ഞു. അങ്ങനെ ജോലിയുടെ ക്വാളിറ്റി കുറയുമ്പോൾ അത് അപ്പൊ പിന്നെ നമുക്ക് തന്നെ തോന്നി, അയ്യോ ശരിക്കും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, എന്താവും ആവോ റിസൾട്ട്. അപ്പൊ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള നമ്മുടെ മനസ്സിന്റെ വ്യാപാരങ്ങൾ ആ കർമ്മത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ ഫോക്കസ് എടുത്തു മാറ്റുന്നുവോ, ഇനി ആ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ഈ കർമ്മത്തിന്റെ ഫലം, എപ്പോഴാണാവോ റിസൾട്ട് അറിയുക, ഞാൻ പാസ്സാവോ, ആ കർമ്മത്തിന്റെ ഫലത്തിനെ കുറിച്ചുള്ള ചിന്ത, ഇത് രണ്ടും തന്നെയാണ് ബന്ധനം. അപ്പോ ഞാൻ ചെയ്യുന്നൊരു ഹയർ ഐഡിയലിലേക്ക് വേണ്ടിയാണ്. നല്ലതായാലും എന്താ കൃഷ്ണ നിനക്ക് തന്നെ, മോശമായാലും കൃഷ്ണ നിനക്ക് തന്നെ, ഏത് വഴിക്കായാലും ഞാൻ ചെയ്യുന്നത് മേടിക്കുന്ന കൃഷ്ണ നീയാണ്, എനിക്ക് അസംഗം, ഞാനിതിൽ അൺഅറ്റാച്ച്ഡ് ആണ് എന്നുള്ളൊരു ചിന്തയോടെ. ബുദ്ധിമുട്ടാണ്, നമുക്ക് വെരി ഡിഫിക്കൽട്ട് പ്രാക്ടിക്കലി ടു തിങ്ക്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തോന്നല്, ഒരു ജോലി നന്നായി ചെയ്ത് എഫക്റ്റിനെ മാറ്റിവെക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് യജ്ഞം.
കാരണം അതിന്റെ ഇഫക്റ്റ് നിനക്കല്ല എന്ന് നിനക്കൊരു ബോധം വന്നു. അതിന്റെ ഇഫക്റ്റ് മറ്റേതോ ഹയർ ഐഡിയലിലേക്ക് സമർപ്പിക്കാനും നമുക്ക് പറ്റി എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് യജ്ഞം. അത് തന്നെയാണ് ബന്ധനത്തിൽ നിന്ന് മുക്തനാവാനുള്ള ഉപാധി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. 9 ശ്ലോകമായി. ഇനിയും ധാരാളം ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, ധാരാളം ഇന്റലക്ച്വൽ എക്സ്പ്ലനേഷൻസും വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പം കർമ്മത്തിന്റെ ബന്ധനങ്ങളെ ഉപേക്ഷിക്കലും, കർമ്മത്തിന്റെ അറ്റാച്ച്മെന്റ്സിന്, വർക്കിന്റെ അറ്റാച്ച്മെന്റ്സിന് എങ്ങനെ നമുക്ക് വിട്ടുമാറാം എന്നുള്ളതുമാണ്. അപ്പം ഒരു 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 ഇനീഷ്യൽ ഐഡിയാസ് ഓഫ് എങ്ങനെയാണ് നല്ലൊരു ആക്റ്റീവ് ഹ്യൂമൻ ബീയിങ്, completely active in whatever you're doing, but without the attachments that the action brings to. ഇന്നിപ്പോ ഞാൻ കണ്ട് വളരെ റയർ ആയിട്ട് വേറൊരു കമന്റിന് വേറൊരു റിമാർക്സിന് വേണ്ടി ഞാൻ എടുത്തതാണ്. വടകരയില്ല അല്ലേ? വടകരയില്ല 21 days പ്രോഗ്രാം ഉണ്ടായിരുന്നു സിദ്ധ സമാധി SSY. ഓക്കെ. ഋഷി പ്രഭാകർ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലുള്ള ഒരു ഉണ്ടായിരുന്നു. അയാളെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്പിരിച്വൽ ട്രെയിനിങ് പ്രോഗ്രാം 21 days. അതിൽ ക്ലാസ്സിന് പോയിരുന്നു ഞാൻ. റിട്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വന്നത്. അതുവരെ റാഷണൽ ആയിരുന്നു. RIC പഠിച്ചാണ് കോഴിക്കോട് സാറിലോ. ആ റാഷണലിസം ഒക്കെ മാറി ഇതിലേക്ക് വന്നത് ഈ SSY കോഴ്സ് ചെയ്തിട്ടാണ് തോന്നുന്നു അല്ലേ? SSY കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ വല്ല ഇതുണ്ടെന്നുള്ള 71 പാസ് ഔട്ട് ആണ് ഫാദറിലോ. 67-71. അപ്പൊ അതിനുശേഷമാണ് SSY ഇതിനെ പറ്റി വായിക്കാനും മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയത്. മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് റെഗുലർ ആയിട്ട്. 4.5 hours കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ 1.5 രാവിലെ ഉച്ചക്ക് വൈകുന്നേരം, ടോട്ടൽ 4.5 hours. പിന്നെ നല്ലൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ നിസർഗദത്ത് മഹാരാജ് എന്ന് പറഞ്ഞ നിസർഗദത്ത് മഹാരാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ബോംബെയില്. ആളൊരു ബുക്ക് ഉണ്ടായിരുന്നു. Talks with Sri Nisargadatta Maharaj. The real does not die, the unreal never lived. The real does not die, the unreal never lived. ഏറ്റവും നല്ല ബുക്കാണ്. A modern spiritual classic എന്നാണ് പറയുന്നത്. മോഡേൺ സ്പിരിച്വൽ ക്ലാസിക് എന്നാണ് പറയുന്നത്. ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ അങ്ങേയറ്റത്തെ സംഭാഷണങ്ങളാണ് സാധാരണക്കാരെ ചോദിക്കുന്ന 1000 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏകദേശം 1000 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. അത് ശരി. അതുകൊണ്ടാണ് അങ്ങനെ അവസാനിപ്പിക്കാൻ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പൊ എന്നാ വിനീഷനെ ഒരു ശാന്തിപാഠം ചൊല്ലിക്കൊള്ളൂ. ഞാൻ ശ്രുതിയുടെ ഒരു स्वस्तिर्भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेऽपि सुखिनः सन्तु सर्वे सन्तु निरामया
സർവേ ഭദ്രാണി പശ്യന്തു ന കശ്ചിത് ദുഃഖമാപ്നുയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ഓക്കെ. താങ്ക് യു.